പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സഭയിൽ നിന്നും, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ സുദിന സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് സ്മരിക്കാം. ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത സുദിനാത്മാക്കളെ പ്രത്യേകം നമുക്കൊന്ന് ഓർക്കാം. കർത്താവിന്റെ വലിയ കരുണ ചൊരിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, നമ്മുടെ നിലവിളി, ത്യാഗം, പ്രായശ്ചിത്തം, ഉപവാസത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അനേക ശുദ്ധീകരണാത്മാക്കളെ കർത്താവ് ബലിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്, നമുക്കറിയാം. അതെ, ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി, എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അതിനാൽ തന്നെ നമ്മിലേക്ക് ചൊരിയും എന്ന് നാം മനസ്സിലാക്കുക. ഇനി നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും മക്കളിലേക്കും വീട്ടിലേക്കും തലമുറയിലേക്കും ഒത്തിരിയേറെ തടസ്സങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇത് കുറെ കൂടി പ്രായോഗികമായിട്ടും അനേകം ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വെളിപ്പെടുത്തി കിട്ടിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം. അതായത് നമ്മുടെ കുടുംബത്തില് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാതിരിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ദോഷമാണ്. പ്രായോഗികമായിട്ട് ഒരു സഹോദരൻ ഒത്തിരി വേദനിക്കുന്നു, കട്ടപ്പാടാണ്, ഭക്ഷണത്തിന് പോലും വകയില്ല. ആ സമയത്ത് പൈസയുള്ള, ആരോഗ്യമുള്ള, സഹായിക്കാൻ കഴിവുള്ള സഹോദരൻ രക്തബന്ധത്തില് സഹായിച്ചില്ലെങ്കിൽ അതവന്റെ കുടുംബത്തിനും മക്കൾക്കും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ പോലെ അതിനേക്കാളും ഏറെ മരിച്ചു പോയവര്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് മരിച്ചു പോയവര് സഹായം ആവശ്യപ്പെട്ട് കിടക്കുവാണ്. അവരെ സഹായിക്കാൻ ആരുമില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മളാണ്. അവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരുടെ വേദന, അവരുടെ നൊമ്പരം, അവർ നിലവിളി, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്ന നിലവിളിയുണ്ട്. ആ നിലവിളിക്ക് ഉത്തരം കൊടുത്ത് അവരെ സഹായിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ലെങ്കിൽ ഒത്തിരി തടസ്സങ്ങൾ നമുക്കറിയാം. ഇന്ന് അനേകം കുടുംബങ്ങളായ നമ്മുടെ ആത്മീയ ജീവിതത്തില് അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തില് അനേകം മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെറിയ തടസ്സങ്ങൾ, കല്യാണം നടക്കണില്ല, പിള്ളേരാകപ്പാടെ പ്രശ്നം, ജോലിയിൽ ആകപ്പാടെ തടസ്സം, എവിടെ ചെന്നാലും ഒരു രക്ഷപ്പെടുന്നില്ല, ഏതിലും പ്രശ്നങ്ങൾ, കുടുംബ സമാധാനം ഇല്ല, എത്ര ചെറിയൊരു ഫലം കിട്ടണില്ല, അങ്ങനെ മക്കൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ പല പല തടസ്സങ്ങൾ നേരിടുന്ന ഒത്തിരിയേറെ മക്കൾ ചില പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് തന്നെ കിട്ടിയ ചില സന്ദേശങ്ങൾക്കനുസരിച്ച്, ബോധ്യങ്ങൾക്കനുസരിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പിച്ചും ത്യാഗം ചെയ്തും അല്ലെങ്കിൽ കരുണക്കൊന്ത ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അവർക്ക് മാറിക്കിട്ടിയ ഒത്തിരി തടസ്സങ്ങൾ അല്ലെങ്കിൽ ലഭിച്ച അനുഗ്രഹം വളരെയേറെ
ഇത് സ്വാഭാവികമായ ഒത്തിരി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ മാത്രമല്ല, കുറെ കൂടി കടന്ന് ആത്മാക്കളെ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരെ എല്ലാം കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. മാത്രമല്ല, ഒത്തിരി തടസ്സങ്ങൾ മാറി. പിന്നെ ഏറ്റവും അടുത്തതായിട്ട് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ് നമ്മുടെ കുടുംബവൃക്ഷം അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, അവരിലുള്ള എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതായത് നമ്മള് എത്ര പേര് ഈ മേഖലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? അപ്പന്റെ കൈവഴിയുള്ള ആത്മാക്കൾക്ക് വേണ്ടി, അമ്മയുടെ കൈവഴിയുള്ള അത് നിരന്തരം. വല്ലപ്പോഴും ഒരു കുർബാന ചൊല്ലി അതല്ല, നിരന്തരം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും അവരെ ഓർത്ത് കുടുംബ പ്രാർത്ഥനയില് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ എല്ലാ മരിച്ചവർക്ക് വേണ്ടി ഓർക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര്, നമ്മൾ കണ്ടിട്ടുള്ളവര്, കേട്ടിട്ടുള്ളവര്, കണ്ടിട്ടില്ലാത്തവര്, കേട്ടിട്ട് പോലും ഇല്ലാത്ത എന്തുമാത്രം ആത്മാക്കളുള്ള അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം എന്ന പോലെ പ്രാർത്ഥിക്കണം. എന്നോട് വല്ലപ്പോഴും കുറെ ഒരു ശ്രാദ്ധമൊക്കെ ആഘോഷിച്ചു, കുർബാനയൊക്കെ അർപ്പിച്ചു. അതല്ല, എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകള് ഗ്രിഗോറിയൻ കുർബാനയ്ക്കൊക്കെ പൈസ കൊടുത്ത് 30 കുർബാന അടുപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പൈസ കൊടുക്കാതെ തന്നെ നിങ്ങൾ നിയോഗം വെച്ചിട്ട് ഒരു 30 കുർബാന എല്ലാ ദിവസവും പള്ളി പോയി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി. പൈസ കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് കുർബാന നിയോഗം വെക്കലോ. പിന്നെ ഒരു എന്താ പറയാ, ദാവീദ് പറഞ്ഞ പോലെ വില കൊടുക്കാത്ത ബലിയർപ്പണം, അത് ശരി, അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതാണ്. വില കൊടുത്താൽ കുറച്ചും കൂടി നമ്മുടെ സമ്പത്തിന്റെ ഓഹരിയൊക്കെ നമ്മൾ അതിനുവേണ്ടി കൊടുക്കുമ്പോ കുറച്ച് ത്യാഗം, എന്നാലും അതില്ലേലും അതിനേക്കാളും വലിയ ത്യാഗമാണ് 30 ദിവസം ഉപസാരിച്ച് നമ്മൾ തന്നെ വിശുദ്ധീകരിച്ച് നല്ല പോലെ പ്രാർത്ഥിച്ച് കുർബാനയെ പങ്കെടുത്ത് കുർബാന അർപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൈസ കൊടുത്ത് അർപ്പിക്കണേക്കാളും വലിയ, പൈസ കൊടുത്താലും കുർബാനയെ പങ്കെടുക്കണം കേട്ടോ, എന്നാലും ഫലം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ, തലമുറയൊക്കെ സ്വാധീനിക്കും, തടസ്സപ്പെടുത്തും, അസ്വസ്ഥത ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു കാരണമാണ് മരിച്ചുപോയവരെ, ശുദ്ധീരാത്മാക്കളെ ഓർക്കാത്ത കാരണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു കാരണം. മാറ്റി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നൽകപ്പെടുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് തീക്ഷ്ണമായിട്ടും ഈ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി മറ്റു വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. ആരാധനയില് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും അനുസ്മരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ മാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു, അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. എന്നാൽ കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തില്, തലമുറയില്, സാമ്പത്തിക മേഖലയില്, സകല മേഖലകളിലും കടന്നു വരാവുന്ന ചില തടസ്സങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നല്ലോ. കർത്താവേ, ശുദ്ധീരാത്മാക്കള് ഞങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോകുന്നില്ല, ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. സഹന സഭയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മറക്കാൻ പാടില്ല. അവരുടെ വേദന, അവരുടെ സഹനം ഞങ്ങളെയും ബാധിക്കും. കർത്താവേ, അതുപോലെ ഞങ്ങള് പ്രിയപ്പെട്ടവരെല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയതിനെ ഓർത്തൊക്കെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചേറ്റ് പറയുന്നു. ഒന്നുമായി വീഴ്ചകളോർത്ത് മാപ്പ് ചോദിക്കുമ്പോ ഇനി അങ്ങോട്ട് ശുദ്ധീരാത്മാക്കളെ മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മാധ്യസ്ഥം, അവരുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തില് കർത്താവേ അവരെ നിരന്തരം എന്ന വണ്ണം ഓർത്ത് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. ജീവിച്ചിരിക്കുന്നവരായി ഞങ്ങൾ
ഉത്തരവാദിത്തങ്ങളൊന്നും മറക്കാതെ ആത്മീയമായ വലിയ കൂട്ടായ്മയില് വിജയസഭയോട് ചേർന്ന് സമരസഭയിലായിരിക്കും ഞങ്ങൾ സകല സഭയിലെ മക്കളെ ചേർത്ത് പിടിച്ച് വലിയൊരു കൂട്ടായ്മയില് ബലിയർപ്പിക്കാനും ഉദാശകൾ പരിക്രമം ചെയ്യാനും കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാനും ത്യാഗങ്ങളും പ്രാശ്ചിത്ത പ്രവൃത്തികളും എല്ലാം ചെയ്ത് ഈ വലിയ കൂട്ടായ്മയിൽ ജീവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന ദാനങ്ങളോട് നന്ദി പറയുന്നു. വിജയസഭയോർത്ത് നന്ദി പറയുന്നു. സഹന സഭയോർത്ത് നന്ദി പറയുന്നു. സമരസഭയോർത്ത് നന്ദി പറയുന്നു. ഈ വലിയ കൂട്ടായ്മയോർത്ത് നന്ദി പറയുന്നു. സഹന സഭ, വിജയസഭ, സമരസഭ, ഈ വലിയ കൂട്ടായ്മയോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന വിജയസഭയോട് ചേർത്ത് സമരസഭയുടെ കൂട്ടായ്മയിൽ സഹന സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയില് എല്ലാ ശുദ്ധിയാത്മാക്കളെയും നന്ദിയോടെ അവരോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി അങ്ങോട്ട് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മാധ്യസ്ഥ്യം യാചിച്ച് അവരുടെ സഹായമൊക്കെ ലഭിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു ബന്ധത്തില് വിജയസഭയോട് ചേർത്ത് സമരസഭയിലുള്ള മക്കളായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചൊരിഞ്ഞ് കർത്താവേ വിജയസഭയോട് ചേർന്ന് സഹന സഭയെയും സമരസഭയെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വലിയ കൂട്ടായ്മയിൽ ആശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ വലിയ സമാധാനവും സ്നേഹവും സന്തോഷവും രക്ഷാകരമായ അനുഭവവും നൽകി എല്ലാ ആത്മാക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേ.